ഹായ് പുതിയ റിലീസ് അതും അപ്പോൾ ഇന്നലെ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. കല്യാണത്തിലൊക്കെ കൂടേണ്ടി വന്നതുകൊണ്ട് ഇന്നലെ ഇതിൻ്റെ അപ്ഡേറ്റ്സുകളൊന്നും രാത്രിയൊന്നും വീഡിയോ ആയിട്ട് പിന്നെ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ചിൻ്റെ ഹൈറിച്ചിനെതിരെയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ ലീഡർമാരൊക്കെ വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. എല്ലാവരും തന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കൊച്ചി സന്ദർശിക്കാൻ സാധ്യത കാണുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആൾറെഡി നോട്ടീസ് കൊടുത്തു. അടുത്ത സെറ്റും റെഡിയായി വരുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള സുപ്രധാന വാർത്ത എന്ന് പറയുന്നത് ചില ഓഫറുകൾ ED നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു 37,000-ഓളം ആൾക്കാരാണ് ഇതിൻ്റെ പങ്ക് പറ്റിയിരിക്കുന്നത്. ഈ മണി ചെയിനിൽ കണ്ണി എന്ന് പറയുന്നത് 37,000 കണ്ണികളാണ് ഇതിലുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എനിക്ക് ആദ്യം ED കാണണം, എനിക്ക് ആദ്യം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്നതിൽ ഇവർ ചർച്ച ചെയ്യാൻ വിളിക്കുകയാണെന്നാണ് പറയുക. അപ്പോൾ ചർച്ച ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പേര് മാത്രം മതി. നമുക്ക് പേര് മാത്രമേ ആവശ്യമുള്ളൂ. പേര് വെച്ചിട്ട് നിങ്ങളൊരു ന്യായീകരണ പോസ്റ്റ് ED അങ്ങനെയാണ്, ED ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് പാവങ്ങളുടെ അന്നമ്മയാണ്, നമ്മളിതുകൊണ്ടാണ് ജീവിച്ചിരുന്നത്, ഇത് നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാത്തരം ടാക്സുകളും കൊടുത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്, ഇതിനെതിരെ കുരക്കുന്ന നായ്ക്കളൊക്കെ നാവടക്കേണ്ടി വരും, എന്തായാലും ഹൈറിച്ച് തിരിച്ചു വരും എന്നൊക്കെയുള്ള ന്യായീകരണ പോസ്റ്റുകൾ ഇടുന്നവർക്ക് ആദ്യം തന്നെ ഇത്തരത്തിലുള്ള EDയെ കാണാനുള്ള അവസരം കിട്ടുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ അന്ത്യത്താഴത്തിൻ്റെ ഒരു ഫോട്ടോ ഇട്ടവരൊക്കെ എന്തുകൊണ്ട് മൗനമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അന്ത്യത്താഴത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലും അവരുടെ ഗ്രൂപ്പുകളിലൊന്നും മിണ്ടാതിരിക്കുന്നത് എന്ന്. അപ്പോൾ അവരൊക്കെ അത്തരത്തിലുള്ള ഓഫറുകൾ കിട്ടിയവരാണ്. എന്നിട്ടും അവരൊന്നും ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ പറയാനും ഞാൻ തന്നെ വേണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തവർക്ക് ഓഫറുകളുണ്ട്. അവർക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് അവർക്ക് പ്രയോറിറ്റി കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 37,000-ൽ പ്രയോറിറ്റി അവർക്ക് കിട്ടും. പിന്നെ ഉള്ളത് ഈ ഹൈറിച്ച് എന്ന് പറയുന്നത് പല കാര്യങ്ങൾ, ഇവരുടെ പല പ്രൊജക്റ്റുകളും എല്ലാം തന്നെ തട്ടിപ്പാണ്. അപ്പോൾ ഇത് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും എന്നുള്ളത് കൊണ്ട് ഈ അന്വേഷണം വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പുതുതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരാൾ ഈ ഡിജിറ്റൽ ടോക്കണിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഒരാൾ നമ്മുടെ ക്രിപ്റ്റോ, പിന്നെ ഒരാൾ ബോണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ പുതപ്പിൻ്റെ കാര്യങ്ങൾ വേറെ ആൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ സ്പീഡായിട്ട് നടക്കും. അപ്പോൾ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമ്മുടെ ചീന മേഡത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീന മേഡത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കും. അപ്പോൾ ചീന മേഡത്തിനുള്ള മറ്റ് താമസ സൗകര്യത്തിൻ്റെ ഏർപ്പാടുകൾ ഒക്കെ റെഡിയായി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ചീന മേഡത്തിനെയും അറിയിക്കാനുള്ളത്. എന്നിട്ട് ചീന മേഡം സുഖം തന്നെയല്ലേ? എങ്ങനെയുണ്ട്? കാലുവേദനയൊക്കെ മുട്ടുവേദനയൊക്കെ സുഖമായിരിക്കുന്നു അല്ലേ? കുറവില്ലേ അല്ലേ? അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഓഫീസിൽ പോകുന്നതിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ടാണ് ഇത്ര പറയുന്നത്. കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് വൈകിട്ട് വിശദമായിട്ട് പറയാം. ബൈ.